ഗൃണന്ത ആർജവം. ആ ഭഗവാന്റെ ഗോവർദ്ധന ലീല അവരൊക്കെ പാടി ആഘോഷിച്ചു നാരദാദികൾ. അതിനുശേഷം ഒരു ചെറിയ അധ്യായത്തിൽ വരുണജയമാണ് വർണ്ണിക്കുന്നത്. വരുണൻ നാവിൻ്റെ ദേവതയാണ്. രാസലീലയിൽ പങ്കെടുക്കണമെങ്കിൽ നാവിനെ ജയിക്കണം. രണ്ട് വിധത്തിലാണ്. ഈ നാവ് കർമ്മേന്ദ്രിയമായിട്ടും, ഭക്ഷണം കഴിക്കുമ്പോൾ കർമ്മേന്ദ്രിയമായിട്ടും, സംസാരിക്കുമ്പോൾ ജ്ഞാനേന്ദ്രിയമായിട്ടും ആവണം. അപ്പോൾ രണ്ട് വിധത്തിൽ നാവിനെ നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ സംസാരിക്കാനും പാടില്ല, കൂടുതൽ കഴിക്കാനും പാടില്ല. അങ്ങനെ കൂടുതൽ കഴിച്ചാലും ബുദ്ധിമുട്ടാണ്, കൂടുതൽ സംസാരിച്ചാലും ബുദ്ധിമുട്ടാണ്. നാവിനോട് പല്ല് പറയുന്നതായി ഒരു ശ്ലോകമുണ്ട്. പല്ല് പറയുന്നു നാവോട്, നീ മര്യാദയ്ക്ക് സംസാരിച്ചല്ലോ കേട്ടോ, നീ മര്യാദയ്ക്ക് സംസാരിക്കില്ല പിന്നെ അടി കിട്ടി എൻ്റെ സ്ഥാനമാണ് പോകും, പിന്നെ എന്താ നിൻ്റെ പല്ല് ഉടയ്ക്കും എന്നാണ് സംസാരിക്കുന്ന ആളോട് ആൾ പറയും. അപ്പോൾ ശ്രദ്ധിക്കണം, നാവിനെ ജയിക്കണം. ജിതം സർവം സ്ഥിരസേ എന്നാണ് പറയുന്നു. പിന്നെ ഈ ഗോപന്മാരൊക്കെ വൈകുണ്ഠം കാരണം ആഗ്രഹിച്ചപ്പോൾ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇരിക്കുന്ന വിഷ്ണുപാദന്മാർ ഇവിടെ സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല പറഞ്ഞു. പിന്നെ വൈകുണ്ഠത്തിൽ വെണ്ണ കിട്ടുമോ പാല് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഒന്നും കിട്ടില്ല പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വെണ്ണ, പാല്, പിന്നെ പശുക്കൾ ഇതൊക്കെ വേണം. ഇപ്പോൾ വൈകുണ്ഠത്തിൽ ഇതില്ലെങ്കിൽ വൈകുണ്ഠം തന്നെ വേണ്ടാൻ പറഞ്ഞ് അവർ തിരിച്ച് ഇങ്ങോട്ട് വന്നു. കാരണം വൈകുണ്ഠത്തേക്കാൾ ആനന്ദം വൃന്ദാവനത്തിലാണ്. കാരണം വൈകുണ്ഠത്തിലിരിക്കുന്ന പെരുമാൾ വെറുതെ ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്ന ഭക്തന്മാരും വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് കൂടുതൽ ലീലകൾ ആടുന്നത്. അപ്പോൾ വൈകുണ്ഠത്തിൽ ലീലകൾ ഇല്ല. അതുകൊണ്ട് വൈകുണ്ഠത്തെക്കാൾ വൃന്ദാവനമാണ് ശ്രേഷ്ഠം എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നു. 5 അധ്യായങ്ങളിലാണ് ഇവിടെ രാസലീല വർണ്ണിക്കുന്നു. കാരണം ഒരു ജീവൻ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ 5 കോശങ്ങളെ കടന്നു ചെല്ലണം. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 5 അധ്യായത്തിൽ വർണ്ണിക്കുന്നു. ഭാഗവതകൃഷ്ണൻ്റെ 5 പ്രാണൻ പോലെയാണ്. ഒരു ദിവസം കണ്ണൻ പൗർണമി ദിവസം വേണുഗാനം ചെയ്തപ്പോൾ ഗോപികമാർ വന്നു. അവർക്ക് ആദ്യം ധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഭഗവാൻ. അപ്പോൾ ഗോപികമാർ ചോദിച്ചു, ധർമ്മത്തിൻ്റെ ഫലം എന്താണ്? എന്നെ പ്രാപിക്കലാണ്. ഇപ്പോൾ നിന്നെ പ്രാപിച്ച ശേഷം പിന്നെ ധർമ്മത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരാൾ കാറിൽ ഇവിടെ വന്നു അമ്പലത്തിൽ മഹാദേവനെ തൊഴാൻ വേണ്ടി. കാറിൽ വന്ന ശേഷം ഈ കാറാണ് ഇവിടെ എന്നെ കൊണ്ടാക്കി, അതുകൊണ്ട് കാറിൽ തന്നെ ഇരിക്കുള്ളൂ, വലിയ കാര്യമില്ല. കാറിൽ കൊണ്ടാക്കിയത് കൊണ്ട് അതിൻ്റെ ഫലം എന്താണ്? മഹാദേവനെ ഇവിടെ വന്ന് തൊഴണം. അതുപോലെയാണ് കർമ്മങ്ങളൊക്കെ ഭഗവാനെ പ്രാപിക്കാൻ കൊടുത്തതാണ്. ആ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ഭഗവാന്റെ അടുത്ത് എത്തേണ്ടേ? അപ്പോൾ നിന്നെ എത്തിയ ശേഷം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് അവർ പറഞ്ഞപ്പോഴാണ് ശരി പറഞ്ഞ് ഭഗവാൻ ഒരു ഗോപി ഒരു കൃഷ്ണന് റൗണ്ടായി നൃത്തം വച്ചു. അതാണ് രാസം. അതാണ് ഇവിടെ കേരളത്തിലൊക്കെ രാസം എല്ലാ നാട്ടിലും നടക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേക രീതിയിലാണ്. തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു ദീപം വച്ച് ദിവ്യനാമ പ്രദർശനം നാമം ജപിച്ച് ചുറ്റ കളിക്കാറുണ്ട്. അതാണ് ഇവിടെയും കേരളത്തിലും ജ്യോതിസ്വരൂപം മാം ധ്യായന്തഃ, ജ്യോതിരൂപമായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ടാണ് തിരുവാതിരക്കളിയിൽ കളിക്കാറുണ്ടല്ലോ സ്ത്രീകളൊക്കെ. അത് ശരിക്കും രാസമാണ്. കൃഷ്ണൻ വിളക്കിൻ്റെ രൂപത്തിലാണ്, അവനെ ചുറ്റി കളിക്കുന്നതാണ് രാസം. പിന്നെ ഗുജറാത്തിൽ പോയാൽ ഗർഭ ഡാൻസിന് അവർ കോലാട്ടം വെച്ച് കളിക്കാറുണ്ട്. എല്ലാ നാട്ടിലും രാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൂടുതലാകുമ്പോൾ എന്തായി, അതിൻ്റെ ലിമിറ്റ് വിട്ടുപോകുമ്പോൾ പണ്ട് നല്ല ഭഗവാന്റെ കീർത്തനമാണ് പാടിയിരുന്നു. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എന്തായി, സിനിമാ പാട്ട് എടുത്ത് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അത് ഇങ്ങനെ കൂടുതൽ ഫ്രീഡം കൊടുക്കുമ്പോൾ അത് മാറിപ്പോയി. അങ്ങനെ മാറിപ്പോകരുത്. ആ ചിട്ടയിൽ ചെല്ലുമ്പോൾ അത് രാസമാവുള്ളൂ. രാസം അതിനർത്ഥം സാരം. അങ്ങനെ ഒരു കൃഷ്ണൻ ഒരു ഗോപിയായിട്ട് ചന്ദന ചർച്ചിത നീലകലേബര പീതവസന വനമാലി കേളിചലൻ മൃദു കുണ്ടല മണ്ഡിത ഗണ്ഡയുഗ സ്മിതശാലി രാധേ ഹരിരിക മുഗ്ധവധൂ നികരേ. രാസം നടത്തുമ്പോൾ മഹാദേവനക്ക് തന്നെ അതിൽ പങ്കെടുക്കും ആഗ്രഹമുണ്ടായി. മഹാദേവനും ഗോപി രൂപത്തിൽ വന്നു. ഇപ്പോഴും ആ ക്ഷേത്രം വൃന്ദാവനത്തിൽ പോയാൽ കാണാം. സന്ധ്യാസമയത്തിൽ മഹാദേവനാണോ പാർവതിയാണോ സംശയമാവും. കാരണം മഹാദേവൻ്റെ വിഗ്രഹത്തിൽ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ അണിഞ്ഞ് വളമൊക്കെ അണിച്ച് അവർ
ഗോപിയെ പോലെ അവളെ വേഷം ധരിപ്പിക്കും. അങ്ങനെ മഹാദേവൻ പോലും അവൾ രാസലീലയിൽ പങ്കെടുക്കാൻ വന്നു എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. പിന്നെ ഇടയ്ക്ക് ഗോപികമാർ ആകാശത്തിൽ നോക്കിയപ്പോഴാണ് മഹാലക്ഷ്മി കാത്തിരിക്കുന്നു, എനിക്ക് ഒരു ചാൻസ് കിട്ടുമോ കണ്ണൻ്റെ ഒപ്പം നൃത്തം വയ്ക്കാം. അപ്പോൾ വിചാരിച്ചു മഹാലക്ഷ്മിക്ക് കിട്ടാത്ത ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ലേ വിചാരിച്ചപ്പോൾ എന്തായി, ഭഗവാൻ മറഞ്ഞു. പിന്നെ അവർ തേടി വരുമ്പോഴാണ് അവിടെ രാധയെ കണ്ടു. രാധ പറഞ്ഞു, അവിടെ തേടി കണ്ടെത്തേണ്ട ആവശ്യമില്ലേ, എല്ലാ ദിക്കും നിറഞ്ഞിരിക്കുന്ന ആളല്ലേ, പാടിയാൽ മതി പറഞ്ഞ എല്ലാവരും അവിടെ ഇരുന്ന് പാടി. ജയതി തേജികം ജന്മനാവ്രജഃ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷുതാവകാഃ ത്വയി ധൃതാസവഃ ത്വാം വിചിന്വതേ ജയതി തേജികം. പാടുമ്പോൾ നമ്മുടെ കുറകളെയും ഭഗവാനെ പറ്റി കുറ്റങ്ങളും പറയാതെ ഭഗവാന്റെ കാരുണ്യം മാത്രം പറയുന്ന ഒരു ഗീതമാണ്. കൃഷ്ണ, നീ ജനിച്ച ശേഷം വൃന്ദാവനം അധികമായി പ്രകാശിക്കുന്നു. ജയതിയെ അധികം, എതക്കാൾ അധികം ചോദിച്ചാൽ വൈകുണ്ഠത്തെക്കാൾ അധികമായി പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പാടുന്നു. നീ പോയ ശേഷം ഞങ്ങൾ ജീവിതം ഉപേക്ഷിച്ചിരിക്കും. ജീവിതം ധരിക്കാൻ കാരണം നിന്റെ കഥയാണ്. തവ കഥാമൃതം തപ്ത ജീവനം. പിന്നെ പാടി, പിന്നെ പാടാനും ശക്തിയില്ലാതെ പിന്നെ കരയാൻ തുടങ്ങി, കരയാനും ശക്തിയില്ലാതെ പലപിക്കാൻ തുടങ്ങി. പിന്നെ ശ്വാസം മുട്ടി ജീവിതം ഉപേക്ഷിക്കുന്ന രീതിയിൽ എത്തിയപ്പോഴാണ് പെട്ടെന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. താസാമാവിരഭുത്സൗരിഹി സ്മയമാണമുഖാംബുജഗ പീതാംബരധരസ്രഗ്മീ സാക്ഷാൻ മന്മഥ. അവരുടെ മധ്യയിൽ ഭഗവാൻ പെട്ടെന്ന് ആവിർഭവിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, സനകാദികളും ദേവജയന്മാരും യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പതുക്കെ നടന്നു വന്നു. ഇവിടെ ഗോപികമാർ പാടുന്ന സമയത്ത് പെട്ടെന്ന് ആവിർഭവിച്ചു. അവിടെ ഭഗവാൻ വൈകുണ്ഠത്തിൽ ഭഗവാനായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആവിർഭവിക്കണം. ഇവിടെ മനുഷ്യനായിട്ടിരിക്കുന്ന ഭഗവാൻ നടന്നു വരണം. മനുഷ്യനായിരിക്കുന്ന കൃഷ്ണൻ നടന്നു വരാതെ പെട്ടെന്ന് ഭഗവാനെ പോലെ ആവിർഭവിക്കുന്നു. വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാൻ പെട്ടെന്ന് ആവിർഭവിക്കാതെ പതുക്കെ നടന്നു വരുന്നു. ചലയൻ സഹസ്ര. എന്താ കാരണം? അവിടെ ഷണ്ഡയാണ്. ഷണ്ഡ നടക്കുന്ന സ്ഥലത്തേക്ക് പതുക്കെ പോയാൽ മതി. നാമജപിഗ്രഹത്തിൽ വേഗം ഓടി എത്താൻ വേണ്ടിയാണ് പെട്ടെന്ന് ആവിർഭവിച്ചു ഭഗവാൻ. ഉടനെ വീണ്ടും ഗോപികമാരുടെ രാസം തുടങ്ങി. കേശപാശധൃത പിഞ്ചികാമിതതി സഞ്ചലൻ മകരകുണ്ഡലം ആരജാലവനമാലികാലളിതമംഗരാഗഘനസൗരഭം പീതചേലധൃത കാഞ്ചികാഞ്ചിതമുദഞ്ചദം സുമണിനൂപുരം രാസകേലി പരിഭൂഷിതം തവ വിരൂപമീജകളയാമഹേ. രാസലളിച്ചപ്പോൾ ഭഗവാനക്ക് കൂടുതൽ ഭൂഷണമായി. രാസകേലി പരിഭൂഷിതം എന്നാണ് പറയുന്നത്. ഗോപികളൊക്കെ നവരത്നങ്ങൾ പോലെ ജ്വലിക്കുന്നു. അവർ ഗോപികമാരുടെ രത്നങ്ങളെ മാലയായിട്ട് ഭഗവാൻ ധരിച്ചിരിക്കുന്നു. രാസകേലി പരിഭൂഷിതം. ഈ രാസലീല പറഞ്ഞപ്പോഴാണ് ഇടയ്ക്ക് സംശയം ചോദിക്കുന്നു അവസാനം പരീക്ഷിച്ച്. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, എനിക്ക് തന്നെ കാമമില്ലേ. ശുകനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ശുകനക്ക് ജ്ഞാനം ഉണ്ടായോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വ്യാസൻ ശുകനെ പറഞ്ഞു വിട്ടു. ശുകനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷുഗർ ടെസ്റ്റ് ഇല്ലേ, ജ്ഞാനം ഉണ്ടായോ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ശുകൻ അവിടെ ചെന്നപ്പോൾ ജനകൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം യുവതിയായ സ്ത്രീകളെ പറഞ്ഞു വിട്ടു ഇദ്ദേഹത്തിനെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും. ആ യുവതിയായ സ്ത്രീകളൊക്കെ ശുകാചാര്യനെ കുളിപ്പിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോഴും ശുകാചാര്യനെ വിളിച്ചിട്ടില്ലേ, സ്ത്രീകളെ വിളിച്ച് ചോദിച്ചു ജനക മഹാരാജാവ്, അദ്ദേഹത്തിനെ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെയായിരുന്നു? അപ്പോൾ ആ യുവതികൾ പറയുന്നു, അദ്ദേഹം നഗ്നായിട്ടിരിക്കുന്നു, 18 വയസ്സ് 16 വയസ്സ് പ്രായക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിനെ സ്പർശിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 വയസ്സ് ഉണ്ണിയെ കുളിപ്പിക്കുന്നത് പോലും 2 വയസ്സ് ഉണ്ണിക്കും ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ശുകാചാര്യനോട് പറഞ്ഞു, എന്നെ സ്പർശിക്കുന്ന സ്ത്രീകൾക്ക് പോലും കാമമില്ലേ? ശുകൻ പറയുന്നു, എനിക്ക് എന്തുകൊണ്ട് കാമം ഉണ്ടായിട്ടില്ലേ? എന്നെ സ്പർശിക്കുന്ന സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കാമം ഉണ്ടായിട്ടില്ലേ? ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദം ചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് പോലും കാമമില്ലേ പറഞ്ഞാൽ പിന്നെ കൃഷ്ണന് കാമം ഉണ്ടാകുമോ? ചിലപ്പോൾ കാമം പോലെ ബാഹ്യ ചേഷ്ടിതങ്ങളെ കാണുമ്പോൾ കാമം പോലെ തോന്നിപ്പോകും. കാരണം ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛനിരുന്നു ആ പെൺകുട്ടിയെ കട്ടി
തലോടി കൊടുക്കുന്നു. ഇത് സാധാരണക്കാരൻ ഒരാൾ നോക്കുമ്പോൾ ഈ പ്രായമാകുന്ന പെൺകുട്ടി കെട്ടിയിരിക്കുന്നല്ലോ, ആ കാമബുദ്ധിയുള്ളവർക്ക് അതുപോലെ തോന്നുള്ളൂ. അവിടെ കാമയിലെ പ്രേമമാണ്, വാത്സല്യ പ്രേമമാണ്. അതേപോലെയാണ് കാമബുദ്ധിയുള്ളവർക്കാണ് ഈ ലീലകൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൃഷ്ണൻ ചോദിക്കും. കാരണം ചോദിക്കുന്നവർ തന്നെ മനസ്സിലാവും അവർ കാമബുദ്ധിയുള്ളവരാണ്. ഇത് ഭഗവാന്റെ ലീലകളാണ്. ഗോപി പറഞ്ഞാൽ ഓരോ ജീവന്മാരുമാണ്. ഗോപി ഇന്ദ്രിയങ്ങൾ ഗോപിഹി വിബന്ധീതി ഗോപി, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാൻ ആസ്വദിക്കുന്ന ഓരോ ജീവന്മാരും ഗോപികമാരാണ്. ഓരോ ജീവന്മാരെയും തൻ്റെ ഇഷ്ടപ്രകാരം നൃത്തം വയ്പ്പിക്കുന്നത് സാക്ഷാത് ഭഗവാനാണ്. അങ്ങനെ ഓരോ ജീവനെയും ഭഗവാൻ എങ്ങനെ നമ്മൾ അവൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ കൊണ്ട് നടത്തുന്നുവോ അതാണ് നിത്യം രാസവിലാസകൃത്. ഇപ്പോഴും രാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വൃന്ദാവനത്തിൽ രാസലീല നടക്കുന്ന സ്ഥലമുണ്ട്. രാത്രി അവിടെ വേറെ ആൾക്ക് പ്രവേശനം ഇല്ല. ഇതാ കാരണം ഇപ്പോഴും ഭഗവാൻ അവർ രാസം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രാസലീല കേൾക്കുന്നവർക്കും പറയുന്നവർക്കും നമുക്ക് ഹൃദയരോഗം മാറും. ഹൃദയരോഗം എന്ന് വെച്ചാൽ സാധാരണ ഹാർട്ട് അറ്റാക്ക് മുതലായ രോഗങ്ങളും മാറും. പ്രധാന അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കാമം ഹൃദ്രോഗം, ഹൃദയത്തിലുണ്ടാണ് കാമക്രോധാദി ദുഷിച്ച സ്വഭാവങ്ങൾ മാറി നല്ല ശുദ്ധമായ പ്രേമം നമുക്ക് ഉണ്ടാവും എന്നാണ് തുളസി പറയുന്നു. നമുക്ക് രാസലയോടുള്ള ഒരു പാട്ട് പാടി നിർത്താം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാസവിലോലാനന്ദലാല രാസവിലോലാനന്ദലാല രാധാ മാധവ നന്ദലാല രാധാ മാധവ നന്ദലാല രാസവിലോലാനന്ദലാല മഹാരാസവിലോലാനന്ദലാല രാധാ മാധവ നന്ദലാല രാധാ മാധവ നന്ദലാല നന്ദകിശോരാനന്ദലാല 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 നവനീതചോരാനന്ദലാല നവനവനീതചോരാനന്ദലാല മകരാസവിലോല നന്ദലാല മകരാസവിലോല नंदलाल। जय बोलो रास बिहारी लाल की जय, राधा रानी की जय, वृंदावन धाम की जय।